الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبالسند المتصل منا للإمام الحافظ الحجة أمير المؤمنين في الحديث مسلم بن الحجاج القشيري النيسابوري أنه قال: حدثنا أبو كريب وواصل بن عبد الأعلى واللفظ لواصل قال: حدثنا ابن فضيل عن أبي مالك الأشجعي عن أبي حازم عن أبي هريرة رضي الله عنه وعنهم قال: قال رسول الله صلى الله عليه وسلم: ترد علي أمتي الحوض وأنا أذود الناس عنه كما يذود الرجل إبل الرجل عن إبله. قالوا: يا نبي الله أتعرفنا؟ قال: نعم، لكم سيما ليست لأحد غيركم تردون علي غرا محجلين من آثار الوضوء وليصدن عني طائفة منكم فلا يصلون فأقول: يا رب هؤلاء من أصحابي فيجيبني ملك فيقول: وهل تدري ما أحدثوا بعدك؟ به قال: حدثنا عثمان بن أبي شيبة حدثنا علي بن مسهر عن سعيد بن طارق عن ربيعي بن حراش عن حذيفة رضي الله عنه وعنهم قال: قال رسول الله صلى الله عليه وسلم: إن حوضي لأبعد من نيلة من عدن والذي نفسي بيده إني لأذود عنه الرجال كما يذود الرجل الإبل الغريبة عن حوضه. قالوا: يا رسول الله وتعرفنا؟ قال: نعم، تردون علي غرا محجلين من آثار الوضوء ليست لأحد غيركم. അപ്പോൾ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹൗദുൽ കൗസർ ഉമ്മത്തിന്, ആ ഹൗദുൽ കൗസറിലെ വെള്ളം ഉമ്മത്തിന് കൊടുക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തു. റഹ്മുർ-റഹീമീനായ റബ്ബേ, ഹൗദുൽ കൗസർ അവിടുത്തെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം, തൗഫീഖ് റഹ്മുർ-റഹീമീനായ റബ്ബേ നീ ഞങ്ങൾക്ക് താ റബ്ബേ, ഞങ്ങൾക്ക് നീ താ റബ്ബേ. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ആ വെള്ളം വാങ്ങിക്കുടിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് താ റബ്ബേ. അവിടെ നമ്മൾ പറഞ്ഞ് ഹൗദുൽ കൗസർ നമ്മുടെ വിഷയത്തിന്റെ ചർച്ച എന്താണെന്ന് മക്കൾ ഓർമ്മിക്കുന്നുണ്ടാവും. നമ്മുടെ ചർച്ച ഇതാലത്തുൽ ഉർറത്തി വത്തഹ്ജീൽ, അവിടെയാണ് നമ്മുടെ ചർച്ച. വുളു ചെയ്ത സമയത്ത് മുഖവും കൈകാലുകളും കയറ്റി കഴുകണം. അതാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചർച്ച ചെയ്യുന്നത്. സംഗതിയുടെ ഗൗരവം മക്കളെ മനസ്സിലാക്കണം. മുഹദ്ദിസീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹദ്ദിസീങ്ങള് അവരെ ഹദീസ് പറയുന്നത് നമ്മൾ ഓർമ്മിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. വുളൂ ചെയ്യുന്ന സമയത്ത് മുഖവും കൈകാലുകളും കയറ്റി കഴുകണം. അതിനെ പൂർണ്ണമായ നിലക്ക് വുളൂ ചെയ്യണം. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു പ്രത്യേകം ബാബിട്ടുകൊണ്ട് ബാബു ബയാനി സീമാ ഉമ്മത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന വുറൂദിഹിം അലൈഹി അലൽ ഹൗദ് എന്ന് പറഞ്ഞിട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങള് പ്രത്യേകമായി ഈ വിഷയം ഒരു ചർച്ചക്കിട്ടിട്ട് ഒരു ബാബ് ഈ വിഷയം
ഇതിന് പുറമെ കിതാബുൽ ഹൗല്, ബാബുൽ ഹൗല് എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇനി ഇത് ചർച്ച ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഓർമ്മിക്കാനുള്ളത്, പഠിക്കാനുള്ളത്, ഈ മഹാന്മാരായ ആളുകൾ ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് പറയുന്നത് അവർക്കും കിട്ടണം. അവരുടെ ആ മനസ്സിന്റെ താല്പര്യവും അതിന്റെ ആഗ്രഹവും. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് കടന്നപ്പം പ്രത്യേകിച്ച് ആ സംഗതി നമ്മെ ഉണർത്തുന്നത്. എന്നല്ലാണ്ട് ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയ വുളൂഇന്റെ ആദാബുകള് അത് അങ്ങനെ പറഞ്ഞു പോകലല്ല. പറയുന്നത് അത് അവർ ഉൾക്കൊള്ളുമ്പോൾ ആ വിഷയം ഒരു ശ്രദ്ധയിലെത്തിയപ്പോ ഹൗദുൽ കൗസർ, അവിടുത്തെ കയ്യിൽ നിന്ന് ആ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ആ താല്പര്യം ആ മുഹദ്ദിസീങ്ങൾക്ക് അവരുടെ മനസ്സിലേക്ക് കയറി വന്നപ്പോ അത് ഇടയിലൊന്ന് ആ വിഷയം ചർച്ച ചെയ്യാം. ശാരീരികങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് പിന്നീട് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വിശദമായിട്ട് ബാബ് തന്നെ ഇട്ടിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തിനാ ഇവിടെ ഇത്ര ഗൗരവത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു? അതിന് ശാരീരികങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി അതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദാബുൽ വുളൂഇല് ഇത്താലത്തുൽ ഉറത്തും ഇത്താലത്തു തഹ്ജീലും വന്ന്, അപ്പൊ ഇത്താലത്തുൽ ഉറത്തും ഇത്താലത്തു തഹ്ജീലും വന്നപ്പോ അത് എന്തിനാണ് അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു സുന്നത്ത് വുളൂഇല് കൊണ്ടുവന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ആ വിഷയങ്ങൾ പറഞ്ഞപ്പോഴാണ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ശ്രദ്ധ ഹൗദുൽ കൗസറിലേക്ക്, ആ വെള്ളം വാങ്ങി കുടിക്കുന്നതിലേക്ക് അങ്ങോട്ട് പോയത്. അതുകൊണ്ടാണ് അത് ഇടയിൽ അത് ചർച്ചയ്ക്ക് വന്നത്. അല്ലാണ്ട് നമ്മുടെ ബാബിന്റെ ചർച്ച അതല്ല. ആദാബുൽ വുളൂ അതാണ് ചർച്ച. ആദാബുൽ വുളൂവിൽ ആ വിഷയം അങ്ങ് പറഞ്ഞിട്ട് പോയാൽ മതി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ബാബിടണ്ടേ? മക്കൾ ഓർമ്മിച്ചു നോക്ക്. മക്കളെ നിങ്ങളെ ഓർമ്മിച്ചു നോക്കിയേ. ബാബ് എന്താ? ബാബു ബയാനി സീമാ ഉമ്മത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന വുറൂദിഹിം അലൈഹി അലൽ ഹൗലി വബയാനി ഖദ്രിൽ ഹൗലി വസിഫത്തിഹി വബയാനി സൗദി റിജാലിൻ മിൻ ഉമ്മത്തിഹി അൻഹു. എന്തിനാ ഈ ഇടയിൽ ഈ ബാബ് ഇവിടെ കൊണ്ടിട്ടത്? ഈ ബാബ് എന്തിനാ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്? ഇത് അങ്ങനെ തന്നെ പിന്നീട് ചർച്ച വരുന്നുണ്ട്. അപ്പൊ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ കാരണം ഇത്താലത്തുൽ ഉറത്ത്, ഇത്താലത്തു തഹ്ജീരി അത് പറഞ്ഞ് അതിന്റെ നേട്ടവും അതിന്റെ കാരണവും അത് പറഞ്ഞപ്പോ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ശ്രദ്ധ അവിടുത്തെ ഹൗദുൽ കൗസറിലെ വെള്ളം അവിടുന്ന് കൈകൊണ്ട് വാങ്ങി കുടിക്കുന്ന ആ ചിന്ത അങ്ങോട്ട് വന്നപ്പോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ ഹദീസൊക്കെ ഈ ബാബിൽ ജമ്മിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹദ്ദിസീങ്ങളുടെ അവസ്ഥകൾ അതാണ്. സഹാബത്ത്, താബീങ്ങൾ, ഇവരൊക്കെ നമുക്ക് ഈ ഹദീസുകൾ അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളാതെ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ കിട്ടുന്ന ഹദീസ് അത് അങ്ങനെ തന്നെ ജമ്മ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ, ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അതൊന്നുമല്ല ഈ മുഹദ്ദിസീങ്ങളുടെ അവസ്ഥ. മറിച്ച് അവര് ഈ ഹദീസ് ജമ്മ ചെയ്തത് ആ വിഷയം പറയുന്നത് അവർക്ക് വേണം. ഈ പറയുന്ന എനിക്കും ഇത് വേണം, കേൾക്കുന്ന നിങ്ങൾക്കും ഈ പറയുന്ന സംഗതി വേണം, അത് കിട്ടണം, അത് നമുക്കും ആവശ്യമാണ്. ആ വിഷയത്തിന്റെ ഗൗരവം അത് ഞാനും നിങ്ങളും അത് പഠിക്കണം, ഞാനും നിങ്ങളത് മനസ്സിലാക്കണം. നമ്മളിത് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് ഹദീസിന്റെ ലഫ്ളും വായിച്ച് അതിന്റെ മാനയും പറഞ്ഞ് നമ്മളങ്ങോട്ട് പോവുകയല്ല വേണ്ടത്. അങ്ങനെയല്ല മുഹദ്ദിസീങ്ങൾ ഈ കിതാബ് ജമ്മ ചെയ്തിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അതല്ല. മറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഹൗദുൽ കൗസർ ചർച്ച വന്ന് ആ ഹൗദുൽ കൗസറിലെ ഒരു കോപ്പ വെള്ളം കിട്ടണം. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, അത് എങ്ങനെ കിട്ടും, അത് ആർക്കാ കിട്ടാതിരിക്കല്, അത് ചർച്ച ചെയ്തിട്ട് ഇനി ആദാബുൽ വുളൂഇന്റെ ബാക്കിയിലേക്ക് കിടക്കാം. ആദാബുൽ വുളൂഇന്റെ ബാക്കിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞപ്പോ ആ വിഷയം ഇനി എങ്ങനെയാണ് നമുക്കും ഒന്ന് കിട്ടുക? ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ചർച്ച അടുത്തേക്ക് പോയി. എന്തുകൊണ്ട്? അടുത്ത ബാബ് 18ാമത്തെ ബാബ് വുലൂഗി ഹില്യത്തിൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വുളൂ.
ഉളുവിന്റെ ബാക്കി ചർച്ച ചെയ്യാൻ ഉളുവിന്റെ ബാക്കി ആദാബുകളിലേക്ക് പിന്നെ പോകുന്നത്. ഇടയിലാണ് ഹൗദുൽ കൗസർ ചർച്ചക്ക് വന്നത്. ആ ഹൗദുൽ കൗസർ ചർച്ചക്ക് വന്നതിന്റെ കാരണം അതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൗദുൽ കൗസർ കേട്ടപ്പോ അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണം എന്നുള്ള ചിന്ത മുപ്പർക്ക് വന്ന് ആ ചിന്തയും ആഗ്രഹവും നമുക്കും വേണം. നമുക്കും അത് ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മളിത് ഓതുന്നത്. ആ ചിന്ത എനിക്കും നിങ്ങൾക്കും ഒരു തരുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആ ചിന്ത വേണം. ഈ പറയുന്ന സാധനം അത് കിട്ടാനെന്ത് എന്നിട്ട് ഇനി മുതൽ നമ്മുടെ ചിന്തയും അങ്ങോട്ടാകണം. നമ്മൾ ഇങ്ങനെ ഒന്ന് പഠിച്ചിട്ടുണ്ട് ഹൗദുൽ കൗസർ. അതിൽ ഒരു കോപ്പ വെള്ളം കിട്ടുക അതൊരു വലിയ സംഗതിയാണ്. അത് എങ്ങനെ കിട്ടുക? ലായതുമഹുബായതഹു അബദ. അതിൽ നിന്ന് ഒരു കോപ്പ വെള്ളം കുടിച്ചാൽ പിന്നീട് അവനിക്ക് ദാഹം ജീവിതത്തിൽ ഒരിക്കലും തന്നെ പിന്നെ അവന് ദാഹിക്കൂല. അത്താ യദുഖുൽ ജന്ന എന്ന് വേറെ റിവായത്തിലുമുണ്ട്. അതാണ് ആ ഹൗദുൽ കൗസറിലെ വെള്ളം. ആ വെള്ളം ഒന്ന് കിട്ടണമെന്നുള്ള താല്പര്യം ഓതിത്തരുന്ന എനിക്കും കിട്ടുന്ന നിങ്ങൾക്കും വേണം. എന്നാലേ ഇത് ഓതിയിട്ട് നമുക്ക് അതുകൊണ്ട് നേട്ടമുള്ളൂ. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങള് ആ വിഷയം വന്നപ്പോ പെട്ടെന്ന് അതിനു വേണ്ടി തന്നെ ഇമാം മുസ്ലിം തങ്ങള് ഒരു ബാബിട്ടത്. ഞാൻ പറഞ്ഞ മറുപടി എവിടുന്നാണ് ഈ ബാബ് ഇതിന്റെ നടുവിൽ വന്നത്? വിഷയം അതല്ലല്ലോ. വിഷയം എന്താണ്? ആദാബുൽ വുളൂആണ്. ആദാബുൽ വുളൂഇൽ എങ്ങനെ ഹൗദുൽ കൗസർ ഒരു ബാബിട്ട് കൊണ്ട് ചർച്ച ചെയ്യേണ്ടി വന്നത്? അതിന്റെ കാരണം അതാണ്. അല്ലാഹു തആല അവന്റെ മഹ്ദു ഫദ്ൽ കൊണ്ട് അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആമീൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ ഹൗദുൽ കൗസർ അതിന്റെ ഖദർ നമ്മൾ പറഞ്ഞ് അതിന് വരെയുള്ള അത്ര വലിയ നീളവും വീതിയുമാണ് ആ ഹൗദിൻ്റെത് എന്ന് പറഞ്ഞ് അതിന്റെ സിഫത്തും ഒക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദിലെ ആ വെള്ളം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഈ ഉമ്മത്തിനെ തിരിച്ചറിയാനുള്ള വഴിയാണ് പുറത്തും മുഖവും കൈകാലുകളും വെളുത്തുകൊണ്ടുള്ള ഒരു അലാമത്ത്, വുളൂ ചെയ്ത കാരണത്താലുള്ള ആ വെളുപ്പ്. അതാണ് നമ്മുടെ ചർച്ച ചെയ്തിട്ട് എത്തിയത്. അതേ ഹദീസ് തന്നെയാണ് പിന്നെയും പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ് റാവി. അദ്ദേഹം പറയാണ്, തരിദു അലയ്യ ഉമ്മത്തി അൽ ഹൗദ്, എന്റെ ഉമ്മത്ത് ഹൗദിന്റെ അടുക്കിലേക്ക് വറദയിരിതുവിന്റെ മയന പറഞ്ഞത് ഓർമ്മിക്കുണ്ടാവില്ല, വെള്ളം കുടിക്കാൻ വരും. എന്റെ ഉമ്മത്ത് ഹൗദുൽ കൗസറിന്റെ അടുക്കിലേക്ക് എന്റെ അടുത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ അന അദൂദുന്നാസാൻഹു, ആളുകളെ ഞാൻ അദൂദുന്നാസാൻഹു മറ്റ് ആളുകളെ അതിനെ തൊട്ട് ഞാൻ ദൂരത്താക്കും. അത് കൊടുക്കൂല, ഈ ഉമ്മത്തിൽപ്പെട്ടവർക്കല്ലാതെ കൊടുക്കൂല. കമാ യദൂദുർ റജുലു ഇബിലർ റജുലി അൻ ഇബിലിഹി, ഒരാള് അദ്ദേഹത്തിന്റെ ആ ഒട്ടകത്തെ മാറ്റി നിർത്തും മറ്റൊട്ടകങ്ങളെ തൊട്ട്. മറ്റുള്ളവരുടെ എന്റെ ഒട്ടകത്തിന് മാത്രമേ എന്റെ വെള്ളത്തടാകത്തിൽ നിന്ന് ഞാൻ വെള്ളം കൊടുക്കൂ. മറ്റുള്ളവരെ ഒട്ടകങ്ങൾക്ക് എന്റെ തടാകത്തിൽ നിന്ന് ഞാൻ വെള്ളം കൊടുക്കൂല. കാരണം എനിക്ക് കുറെ ഒട്ടകങ്ങളുണ്ട്. അപ്പൊ അവർക്ക് കുടിക്കാനുള്ള വെള്ളേ എന്റെ തടാകത്തിലുള്ളൂ. അപ്പൊ അത് ആ ഒട്ടകങ്ങൾക്ക് കൊടുക്കാതെ മറ്റുള്ള ഒട്ടകങ്ങൾക്ക് ഞാൻ കൊടുക്കൂല. കാരണം ആ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയുള്ള ഹൗദും അതിന്റെ ആൾക്കാരും വേറെയുണ്ട്. അപ്പൊ ഞാനത് ശ്രദ്ധിക്കേണ്ടതില്ല. അതിന് അവരതിന്റെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്തേക്ക് വരുമ്പോ ആ ഒട്ടകങ്ങളെ ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോലെ എന്റെ ഉമ്മത്തല്ലാത്ത മറ്റുള്ള ആളുകള് എന്റെ ഹൗദിന്റെ അടുത്തേക്ക് വരുമ്പോ അവരെ മറ്റു നബിമാരുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിടും, ഞാൻ കൊടുക്കൂല. കാലൂയ നബിയല്ലാ തഅരിഫുന, അവിടത്തേക്ക് നമ്മളെ മനസ്സിലാവോ? നമ്മൾ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് അവർക്ക് എങ്ങനെയാ മനസ്സിലാകുക? കാരണം ലക്കും സീമാ ലൈസത്തിൽ അഹദിൻ ഗൈരിക്കും, നിങ്ങളല്ലാത്ത വേറെ ഉമ്മത്തുകൾക്കൊന്നുമില്ലാത്ത ഒരു അടയാളം നിങ്ങൾക്കുണ്ട്. ലക്കും സീമാ ലൈസത്തിൽ അഹദിൻ ഗൈരിക്കും തരിദൂന അലയ്യ ഖുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ, വുളൂ എടുത്ത കാരണത്താൽ നിങ്ങളുടെ മുഖവും കൈകാലുകളും വെളുത്തിട്ടുണ്ടാവും. ആ നിലക്ക് നിങ്ങൾ വരും. അതാണ് നിങ്ങളെ തിരിച്ചറിയാനുള്ള എന്റെ അടയാളം. പക്ഷേ അവിടെ പറഞ്ഞു, വല യുസദ്ദന്നനി ത്വാഹിഫത്തും മിൻകും, നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം, നിങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ അതിനെ തൊട്ട്
മാറ്റി നിർത്തപ്പെടും. ഫലാ യസിലൂൻ, അവരവന്റെ എന്റെ ഹൗദിന്റെ അടുത്തേക്ക് അവർ എത്തൂല. എന്റെ ഹൗദിന്റെ അടുത്തേക്ക് എത്താതെ അവിടത്തേക്ക് വരുന്ന ഒരു വിഭാഗത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. കൂലു, അപ്പൊ ഞാൻ പറയും, യാ റബ്ബി ഹൗലായി മിന്ന അസ്ഹാബി, അവരും എന്റെ അസ്ഹാബിലും എന്റെ അനുയായികളിലും എന്റെ ഉമ്മത്തിനും പെട്ടവരാണ് ആ മാറ്റി നിർത്തിയ വിഭാഗം. അതുകൊണ്ട് അവരെ ഹൗലിന്റെ അടുത്തേക്ക് വിടണം ഞാൻ എന്റെ റബ്ബിനോട് പറയും, യാ റബ്ബി ഹൗലായി മിന്ന അസ്ഹാബി. അപ്പൊ യുജീബുനി മലക്കുൻ, അപ്പൊ ഒരു മലക്ക് അതിന് മറുപടി പറയും. ഒരു മലക്കിനെ അല്ലാഹു തആല അതിന്റെ മറുപടി പറയാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ആ മലക്ക് പറയും, വഹൽ തദ്രി മാ അഹ്ദസു ബഅദക, അവിടുത്തെ അറിയോ? വഹൽ തദ്രി, അവിടുന്ന് അറിയുമോ? മാ അഹ്ദസു, അവരെന്തൊക്കെയാണ് പുതുതായിട്ട് ഉണ്ടാക്കിയത്? ബഅദക, അവിടുന്ന് വഫാത്തായ ശേഷം. അവിടുന്ന് വഫാത്തായ ശേഷം അവര് എന്തൊക്കെ ചെയ്തത്? അവിടുന്ന് വഫാത്തായ ശേഷം അവിടുന്ന് എന്ത് ചെയ്ത്? അതെല്ലാം അറിയാത്തത് കൊണ്ടാണ് അവരെന്റെ അസ്ഹാബാണ് എന്ന് പറയുന്നത്. ഇത്രമാത്രം വിഷയങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഹൗദിലെ വെള്ളം കൊടുക്കൂല എന്ന് പറയാനായിട്ട് അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിക്കും. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസിന്റെ തന്നെ മറ്റൊരു ലഫ്ളുകൾ വരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, കത് ബദ്ദലു ബയദക്ക, അവിടുന്ന് വഫാത്തായ ശേഷം അവര് ദീനിൽ പല ഭേദഗതിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിനെതിരായിട്ട്, ആദർശത്തിന് എതിരായിട്ട് പലരും പലതും അവര് മാറ്റിമറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൗദുൽ കൗസർ കിട്ടുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടവരെല്ലാവരിൽ മുർറാഹിമീനായ റബ്ബേ, ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ പെടുത്തല്ല റബ്ബേ, കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. അപ്പോൾ ഞാൻ പറയും, സുഹക്കൻ സുഹക്കാ, സുഹക്കൻ സുഹക്കാ, ഒരു ദൂരത്ത് പോകട്ടെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. അപ്പൊ ഒരു വിഭാഗത്തിന് ഹൗദുൽ കൗസറിന്റെ അടുക്കേക്ക് വരാൻ വേണ്ടി സാധിക്കൂല. മലായികത്തുകളെ അല്ലാഹു തആല അതിനു വേണ്ടി നിർത്തിയിരിക്കുന്നു. ആരാണ് ഈ വിഭാഗം? ഈ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗം ആരാണ്? ഹൽ തദ്രി മാ അഹ്ദസു ബഅദക, അവിടുന്ന് വഫാത്തായ ശേഷം അവര് പുതുതായിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവിടുന്ന് അറിയില്ല. പലതും ദീനിൽ ഇല്ലാത്തത് അവർ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട പലതും ചെയ്യാതെ പോയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഹൗദുൽ കൗസർ കിട്ടാത്തത്. ഇവരാരാണ്? ഉലമാക്കൾ പറയുന്നത്, അന്നൽ മുറാദ ബിഹിം അൽ മുനാഫിഖൂന വൽ മുർത്തദൂൻ, ഇവര് മുനാഫിഖീങ്ങളും മുർത്തദീങ്ങളുമാണ്. കാപട്യം, കൽബിൽ ഈമാനില്ലാണ്ട് പുറത്ത് ഈമാൻ കാണിച്ചവര് ദീനിൽ വന്നിട്ട് തിരിച്ചുപോയ ആളുകൾ, അവരാണ് ഹൗദുൽ കൗസറിൽ വരുന്ന സമയത്ത് അവിടെ നിന്ന് സുഹക്കൻ സുഹക്കാ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂരത്താക്കുന്ന വിഭാഗം എന്ന് ഉലമാക്കൾ പറയുന്നു. അപ്പോൾ അവര് അതേസമയം അവര് വുളൂ ചെയ്ത കാരണത്താൽ, ആസാറുൽ വുളൂ ഉള്ള കാരണത്താൽ അവരുടെ മുഖവും കൈകാലുകളും വെളുത്തിട്ടുമുണ്ടാവും. മുഖവും കൈകാലുകളും വെളുത്തിട്ടുണ്ട് ആസാറുൽ വുളൂവിനാൽ. പക്ഷെ അവര് അതിനുശേഷം ദീനിൽ നിന്ന് പുറത്തുപോയവരും മുനാഫിക്കീങ്ങളുമാണ്. അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും, അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും, അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും. രണ്ടാമത്തെ വിഭാഗം, രണ്ടാമത്തെ മറ്റൊരു അഭിപ്രായം, അന്നൽ മുറാദ ബിഹിം മൻകാന ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മർതദ്ദ ബഅദഹു ഫയുനാദീഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഇല്ലം യകുൻ അലൈഹിം സീമൽ വുളൂഇ ലിമാ കാന യഅരിഫുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹയാത്തിഹി മിൻ ഇസ്ലാമിഹിം വയുഖാലു ലഹു യർതദ്ദു ബഅദക. ഇസ്ലാമിലേക്ക് വന്നിട്ട് തിരിച്ചുപോയ ആളുകൾ, ഇസ്ലാമിലേക്ക് അവർ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്, തിരിച്ചു പോയത് അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവിടുത്തെ ഹയാത്ത് കാലത്തുള്ളവരെ പറ്റിയാണ് ആ പറഞ്ഞത്. ഒന്നാമത്തെ അഭിപ്രായം ഹയാത്ത് കാലത്തും അല്ലാത്ത സമയത്തും ഉള്ളവരാണ് എന്ന അഭിപ്രായം. മൂന്നാമത്തെ അന്നൽ മുറാദ ബിഹിം അസ്ഹാബുൽ മആസി വൽ കബായിർ, വൻദോഷങ്ങൾ
തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ് ഇത്. അല്ലദീന മാത്തു അല തൗഹീദ്, തൗഹീദ് അനുസരിച്ചാണ് അവർ മരിക്കുന്നത്. ദീനി ആദ്യത്തെ 2 വിഭാഗം മുസ്ലിമായിട്ട് മരിച്ചവരല്ല. ഈ മൂന്നാമത് പറയുന്ന അഭിപ്രായം ഇവര് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അസ്ഹാബുൽ മആസി വൽ കബായിർ, ഈമാനോടുകൂടി മരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ കൂട്ടര്. അതുപോലെ വസ്ഹാബുൽ ബിദ്അ അല്ലദീന ലം യഖ്റുജൂ ബി ബിദ്അത്തിഹിം മിനൽ ഇസ്ലാം, ബിദ്അത്ത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പക്ഷെ മുബ്തദിഈങ്ങളാണ് എന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. അസ്ഹാബുൽ കബായിർ, അസ്ഹാബുൽ മആസി, അസ്ഹാബുൽ ബിദ്അ, ബിദ്അത്ത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത, ബിദ്അത്ത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തുമുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത കബീറത്തായ ബിദ്അത്തുമുണ്ട്. അത് മറ്റൊരു ചർച്ചയാണ്. ഏതായാലും മുബ്തദിഈങ്ങളും ബന്ധോഷങ്ങൾ ചെയ്തവരുമാണ് ഇവര് എന്ന് ഒരു വിഭാഗം. എന്ത് തന്നെയായാലും ഈ വിഭാഗം, ഒരു വിഭാഗം ആളുകൾ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് വെള്ളം കൊടുക്കാതെ തിരിച്ചയക്കും. സുഹൃക്കൻ സുഹൃക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പല പ്രസംഗങ്ങളും എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ വേണ്ടി സാധിക്കും. ഈ ഹദീസ് എടുത്തിട്ട് പ്രസംഗിക്കുന്നത് ഒറ്റ വാക്കിൽ ഇതാണ് അവർക്ക് പറയാനുള്ളത്. പറയുന്നത് ജമാഅത്ത് മുജാഹിദ് മുബ്തദീങ്ങൾ അവരെ പറ്റിയാണ് ഹദീസിൽ പറയുന്നത്. നമുക്ക് ബാധകമൊന്നുമല്ല, നമ്മള് സുന്നികളാണ്. നമ്മള് സുന്നികളായതുകൊണ്ട് നമുക്ക് ഹൗദുൽ കൗസർ കിട്ടും, നേരത്തെ ആടെ വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഫളീലത്തോടെ നമുക്കത് കിട്ടും. പക്ഷെ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാതെ അസ്ഹാബുൽ മആസിയും അസ്ഹാബുൽ കബായിറും ഇക്കൂട്ടത്തിൽ പെടുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ, പ്രത്യേകിച്ച് ഇമാം നബവി തങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഓരോ സമയത്തും ഞാനും നിങ്ങളും ചിന്തിക്കണം, നമ്മിൽ നിന്ന് കബീറത്ത് വരുന്നുണ്ടോ, നമ്മിൽ നിന്ന് മഅസിയത്ത് വന്നിട്ടുണ്ടോ, ഈ മഅസിയത്തും കബീറത്തും വന്നിട്ട് നമ്മൾ തൗബ ചെയ്യാതെ നിന്നിട്ടുണ്ടോ, ഞാൻ ആ കൂട്ടത്തിൽ പെട്ടുപോകുമോ? ആ ചിന്ത എനിക്കും നിങ്ങൾക്കും ഈ വിഷയത്തിൽ വേണം. ഹൗദുൽ കൗസറിനെ തൊട്ട് സുഹൃക്കൻ സുഹൃക്ക എന്ന് പറഞ്ഞിട്ട് ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടാതെ മടങ്ങിപ്പോവുക എന്നുള്ളത് ഞാൻ നിങ്ങളും എന്നും ഓർമ്മിക്കണം. അല്ലാതെ ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് നമുക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. വുളു ചെയ്യുന്ന സമയത്ത് മുഖവും കൈകാലുകളും ആ വെള്ളം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി കയറ്റിക്കഴുക. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആ വെള്ളം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ വരുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.